ലോകത്തിലെ വ്യത്യസ്ത ശരീരഘടനയുള്ള മനുഷ്യർ. ഹായ്, എല്ലാവർക്കും ടോപ്പ് 10 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആളുകളെക്കുറിച്ചായാലോ ഇന്നത്തെ വീഡിയോ? ശരീരത്തിന്റെ പ്രത്യേകത മൂലം വിചിത്രമായവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളവരും ഈ ലോകത്തുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്പർ 8, ക്വീൻ ഓഫ് ഡാർക്ക്. കറുപ്പിന് 7 അഴകാണെന്നൊക്കെ പഴമക്കാർ പറയുമെങ്കിലും കറുപ്പിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. കറുപ്പ് നിറമായതിന്റെ പേരിൽ ഒന്ന് കണ്ണെഴുതാനോ അല്ലെങ്കിൽ ഒരുങ്ങാനോ മടിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. കറുപ്പിനെ ആക്ഷേപിച്ച ഏറ്റവും അടുത്ത സംഭവവും എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ഈ കറുപ്പ് കാരണമുള്ള അപകർഷതാബോധം പെണ്ണിനും ആണിനും ഒരേപോലെയാണ് കേട്ടോ. എന്നാൽ ആ കറുപ്പ് കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്തിയ ഒരു പെണ്ണ് ഈ ലോകത്തുണ്ട്. അവളുടെ ആത്മവിശ്വാസത്തെ ലോകം കറുപ്പിന്റെ റാണി എന്ന് വിളിച്ചു. ന്യാകിം ഗാറ്റ്വെക് എന്ന പേരുള്ള മോഡലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കറുപ്പിനെ ഒരാളെ തരം താഴ്ത്താനുള്ള ഭാഗമായി പ്രയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് അവൾ സ്വന്തം സ്വത്വം കണ്ടെത്തി ലോകത്തിന് മുൻപിലേക്ക് വന്നു. വെളുത്തവർ മാത്രം മോഡലിംഗ് ലോകം കൈയടക്കി ഭരിച്ചതിൽ നിന്നും അവൾ സ്വന്തമായി ഒരു കസേര വലിച്ചെടുത്തിരുന്നു. അവളുടെ കറുപ്പ് നിറത്തെ കുട്ടിക്കാലം മുതലേ എല്ലാവരും കളിയാക്കിയിരുന്നു. പലരും അവളോട് ഭാരിച്ച തുക മുടക്കി നിറം മാറുന്നതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ അവൾ കരയുക മാത്രം ചെയ്തു. പല മോഡലിംഗ് ഏജൻസികളും അവളുടെ ആഗ്രഹത്തെ കളിയാക്കി. ഇത്രയും കറുപ്പുള്ള ഒരാൾക്ക് മോഡലിംഗ് രംഗം മികച്ചതല്ല എന്ന വാദം നിരത്തി. എങ്കിലും അവൾ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അവസാനം അവൾ നല്ല രീതിയിലുള്ള ഫോട്ടോകൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു. അത് ആളുകളിൽ ആ നിറത്തിന്റെ ഭംഗിയോടും അവളുടെ ആത്മവിശ്വാസത്തെ പ്രകീർത്തിക്കുന്നതിലേക്കും വഴിതെളിച്ചു. അതായിരുന്നു അവളിലെ നിറത്തിന്റെയും സ്വപ്നത്തിന്റെയും തുടക്കവും. അവൾ ഒരു ഇന്റർവ്യൂവിൽ എത്ര കാശ് കൊടുത്താലും ഈ നിറം മാറ്റാൻ ഒരുക്കമല്ലെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ദൈവം നൽകിയ ഒരു വരദാനമായാണ് അവൾ ഈ നിറത്തെ കാണുന്നത്. ഇന്നവൾ ലോകത്തെ കറുപ്പ് നിറമുള്ളവരുടെ ആത്മവിശ്വാസത്തിന്റെ മുഖവും മോഡലിംഗ് രംഗത്തെ തിളങ്ങുന്ന താരവുമാണ്. നിങ്ങൾ കറുപ്പിന്റെ പേരിൽ ഇനി വിഷമിക്കേണ്ട കാര്യമേ ഇല്ലെന്ന് മനസ്സിലായില്ലേ? ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് നന്നായി ഒരുങ്ങി ഇറങ്ങിക്കോളൂ. കറുപ്പും വെളുപ്പുമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ് ലോകം വില കൽപ്പിക്കുന്നത്. നമ്പർ 7, ലിറ്റിൽ ഹനുമാൻ. അഹമ്മദാബാദ് മിററും മിറർ യുകെയും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യയിൽ ഒരു ലിറ്റിൽ ഹനുമാൻ താമസിക്കുന്നുണ്ട്. ബാലാജി എന്നറിയപ്പെടുന്ന ഈ കുട്ടിയുടെ പുറത്തായി ഒരു വാല് പോലുള്ള ഭാഗം ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. ഇത് കാണാനിടയായ പലരും ഹനുമാന്റെ പുനർജന്മമായി ബാലാജിയെ കാണാൻ തുടങ്ങി. ഇങ്ങനെയൊരു ഭാഗമുണ്ടെങ്കിലും അരയ്ക്ക് താഴേക്ക് തളർന്ന ബാലാജിക്ക് നടക്കാൻ കഴിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത്. എങ്കിലും ആ വാല് പോലുള്ള ഭാഗം കുട്ടിക്ക് ഹനുമാൻ പരിവേഷം നൽകി. അതനുസരിച്ച് ഭക്തർ അനുഗ്രഹത്തിനായി വീട്ടിലെത്തുകയും പണമായോ മറ്റോ ദക്ഷിണ നൽകുകയും ചെയ്തു പോന്നു. എങ്കിലും ബാലാജിയുടെ ആരോഗ്യം പരിഗണിച്ച് പിന്നീട് ഈ വാല് പോലുള്ള ഭാഗം ഡോക്ടർമാർ സർജറി ചെയ്തു നീക്കി. ഈ സർജറിക്ക് ശേഷം ആളുകൾ തന്നെ ദൈവമായി കാണുന്നത് നിർത്തുമെന്നും അതിൽ താൻ സന്തോഷവാനാണെന്നും ബാലാജി പറഞ്ഞു. കാരണം അവൻ ഒരിക്കലും ഒരു ദൈവത്തിന്റെ പ്രതീകമായി ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്പർ 6, എക്സ്റേ ഗേൾ. സ്വന്തം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശരീരത്തിലെ കോശങ്ങളും എല്ലുകളുമൊക്കെ കാണാൻ കഴിയുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ സിനിമയിൽ കണ്ണട വെച്ച് പറ്റിച്ച പോലെ അല്ല ഇത്. എന്നാൽ അങ്ങനെ ഒരു കഴിവുള്ള പെൺകുട്ടി നമ്മുടെ ഭൂമിയിലുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അങ്ങ് റഷ്യയിൽ നതാഷ ഡെംകിന എന്നറിയപ്പെടുന്ന പെൺകുട്ടിയാണ് എക്സ്റേ ഗേൾ എന്നറിയപ്പെടുന്നത്. കുട്ടിക്കാലം മുതലേ സാധാരണ പഠനശേഷി അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അമ്മ പറയുന്നത് ഇങ്ങനെയൊരു കഴിവ് 10 വയസ്സിന് ശേഷമാണ് കാണിച്ചു തുടങ്ങിയതെന്നാണ്. പലരും പൈസ നേടാനും ശ്രദ്ധ നേടാനുമുള്ള അടവായി ഇതിനെ പരിഗണിച്ചു. എന്നാൽ UK, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകൾ അവളുടെ കഴിവിനെ പല വിധത്തിൽ പ്രയോജനപ്പെടുത്തി. രോഗികളുടെ മുൻപിൽ വെച്ച് തന്നെ യാതൊരു മെഷീന്റെ സഹായമില്ലാതെ രോഗം പ്രവചിച്ചു. അതോടുകൂടി അവൾ വെറുതെ പറയുന്നതല്ലെന്നും ഇങ്ങനെയൊരു അസാധാരണ കഴിവ് അവൾക്കുണ്ടെന്നും ഡോക്ടർമാർ സമ്മതിച്ചു. അവൾ പറയുന്നതിനനുസരിച്ച് 10 വയസ്സിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെയൊരു കഴിവ് കിട്ടിയത്. അമ്മയെപ്പോലും അവൾ അസ്ഥികൂടം പോലെ കാണാൻ തുടങ്ങി. അതവളിൽ പേടി നിറച്ചെങ്കിലും പിന്നീടത് ഉപകാരപ്പെട്ടു. ഇന്നും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്നത് സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ മാജിക്കുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നതല്ലേ? അല്ലെങ്കിലും സയൻസിന് എല്ലാ ഉത്തരവും തരാൻ കഴിയില്ലെന്ന് പറയാറുണ്ടല്ലോ. അതൊരു പരിധിവരെ ശരിയാണെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? നതാഷയെ നേരിട്ട് കാണാൻ അവസരമുണ്ടായാൽ നിങ്ങൾ എന്തായിരിക്കും അവളോട് ചോദിക്കാൻ പോകുന്നത്? ഉത്തരങ്ങൾ കമന്റ് ബോക്സിലൂടെ പറഞ്ഞോളൂ. നമ്പർ 5, സീറോ ഫാറ്റ് മാൻ. നമ്മളെപ്പോലുള്ള മിക്കവരുടെയും പരാതി ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നതാവും. അപ്പോഴേക്കും വയറ് ചാടി അല്ലെങ്കിൽ മസില് പോയി തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കും. പലപ്പോഴും പേടിച്ചാണ് ചിക്കനും ചീസും ഒക്കെ കഴിക്കുന്നത് തന്നെ. എന്നാൽ അത് കഴിച്ചാലും വണ്ണം വെക്കാത്ത ഒരു ചെറിയ ശതമാനം ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് ഭൂരിഭാഗം ആളുകൾക്ക് അസൂയയുമാണ്.
ഇതിലൊന്നും പെടാത്ത ഒരാളെ പരിചയപ്പെട്ടാലോ? അതെ, ടോം സ്റ്റാനിഫർഡ് എന്ന പേരുള്ള ഒരു ഫോമർ പാരാസൈക്ലിസ്റ്റ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് MDP അഥവാ മാൻഡിബുലാർ ഡിസ്പ്ലേസിയ എന്ന അവസ്ഥ സയന്റിസ്റ്റുകൾ സ്ഥിരീകരിച്ചു. ഇത് പ്രകാരം എല്ലിന് ചുറ്റുമുള്ള ദശ അയാൾക്കില്ലാതെ വരുന്നു. ഫാറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖമുണ്ടാവില്ലല്ലോ എന്നോർക്കണ്ട. ടൈപ്പ് 2 ഡയബറ്റീസ് രോഗമാണ് ടോമിന്. നോർമൽ ഭാരം ജനിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിലും കുട്ടിക്കാലത്തോടെ ഫാറ്റ് ഇല്ലാതാകാൻ തുടങ്ങി. അതോടൊപ്പം കേൾവിശക്തിയും കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടെയാണ് ടോം കേൾക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒന്നും പേരിൽ തന്റെ ചിട്ടകൾ മാറ്റാൻ അദ്ദേഹം തയ്യാറല്ല. ആരോഗ്യം അനുവദിക്കുമ്പോഴൊക്കെ ബൈക്ക് ഓടിക്കും. കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്ത് പ്രമേഹം നിയന്ത്രിക്കും. ഇതിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ടോം ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡലിസ്റ്റുമാണ്. കുറവുകൾ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കുമെന്ന് കേട്ടിട്ടില്ലേ? ചില മനുഷ്യരുടെ കാര്യത്തിൽ അത് ശരിയാണ്. നമ്പർ 4, വേൾഡ്സ് വൈഡസ്റ്റ് മൗത്ത്. വായ പൊളിക്കുന്നതിലും ഗിന്നസ് റെക്കോർഡ് മേടിച്ച ഒരാളുണ്ട് അങ്ങ് അമേരിക്കയിൽ. അമേരിക്കയിലെ മിനസോട്ടയിൽ താമസിച്ചിരുന്ന ഐസക് ജോൺസൺ എന്ന കുട്ടിയുടെ വായ നമ്മളെ ഞെട്ടിക്കും. പണ്ട് കൃഷ്ണനെ തല്ലാൻ വിളിച്ചപ്പോൾ ലോകം മുഴുവൻ വായിലൊതുക്കി വായ പൊളിച്ചുവെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു കഥയായി മാത്രം ഇതിനെ വിചാരിക്കണ്ട. ഇതൊരു സത്യമാണ്. നമുക്കൊരു പരിധിയിൽ കൂടുതൽ വായ പൊളിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കുട്ടിക്ക് ഏകദേശം 10.196 സെന്റിമീറ്റർ അളവിൽ മുകൾ പല്ലുകൾ മുതൽ താഴെയുള്ള പല്ലുകൾ വരെ തുറക്കാൻ കഴിയും. നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണിത്. ഈ വലിപ്പത്തെ ഇങ്ങനെയും നിർവചിക്കാം. ഐസക്കിന് ഒരു വലിയ ഓറഞ്ച് മുഴുവനായും സ്വന്തം മുഷ്ടി മുഴുവനായോ അതുമല്ലെങ്കിൽ 4 അടുക്കുള്ള ചീസ് ബർഗർ മുഴുവനായോ വായിലേക്ക് വെക്കാനും ചവയ്ക്കാനും കഴിയും. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പഫ്സ് ഒരുമിച്ച് വായിൽ വെക്കുവാൻ കഴിയാത്ത നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കണ്ട. എല്ലാം ഒന്നും എല്ലാ മനുഷ്യർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത്. നമ്പർ 3, മൗഗ്ലി പോലൊരു മനുഷ്യൻ. പലപ്പോഴും നമ്മുടെ രൂപത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നാറില്ലേ? ആരും കളിയാക്കുന്ന പോലൊരു രൂപം തന്നില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനം തോന്നാറില്ലേ? എന്നാൽ എല്ലാവരും കളിയാക്കുന്നതോർത്ത് അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മയെക്കുറിച്ചും കുരങ്ങനെ പോലെ മുഖരൂപമുള്ള ഒരാളെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെനിയയിലെ ഒരു ആദിവാസി ഗ്രാമത്തിലാണ് സാൻസിമാന എലി എന്നു പേരുള്ള ഇയാൾ ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇവനു മുൻപേ 5 കുട്ടികളെ നഷ്ടമായിരുന്നു. അവന്റെ ജനനം അവർക്കൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ തന്റെ രൂപം മറ്റുള്ളവർ കളിയാക്കുന്ന തരത്തിലായിരുന്നു. ചെറിയ തലയും കുരങ്ങനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള രൂപസാദൃശ്യവും മറ്റു കുട്ടികളിൽ നിന്നും അവനെ അകറ്റി. കഴിക്കാൻ വീട്ടിൽ ഭക്ഷണമില്ലാത്തപ്പോൾ അവൻ കാട്ടിൽ പോയി പഴങ്ങളും ഇലകളും ഭക്ഷിച്ചു. ഒരിക്കൽ ലോക്കൽ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് അവന്റെ കഥകൾ ലോകമറിയുന്നതും അവന് വേണ്ട ധനസമാഹരണ പരിപാടികളും നടന്നിരുന്നു. എന്നിരുന്നാലും അവന് നല്ല രീതിയിൽ സംസാരിക്കാനോ കേൾക്കാനോ സാധ്യമല്ല. എങ്കിലും അവൻ ഇന്നും എല്ലാവർക്കും ഒരു പ്രചോദനമായി ജീവിക്കുന്നു. നമ്പർ 2, 2 eyeballs. ഒരു കണ്ണിൽ തന്നെ 2 കൃഷ്ണമണികൾ. വിശ്വസിക്കാൻ പ്രയാസം തോന്നില്ലേ? അങ്ങനെ ഒരു മെഡിക്കൽ അവസ്ഥ ഉണ്ടാകുമെന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു. ചൈനയിൽ നിന്ന് അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി പറയുന്നുണ്ട്. എങ്കിലും അതിന്റെ നിജസ്ഥിതി പുറത്തു വരുന്നതേയുള്ളൂ. ചൈന ആയതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കൊറോണയെ ഈ ലോകത്തിന് സമ്മാനിച്ച അവർക്ക് ഇതൊക്കെ ഒരു പുത്തിരിയാണോ? എന്തുതന്നെയായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാം. ഇങ്ങനെയുള്ളവർക്ക് 2 കൃഷ്ണമണികളിലൂടെയും കാണാൻ കഴിയില്ല കേട്ടോ. ഈ അവസ്ഥയെ പോളികോറിയ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. വളരെ കുറച്ച് ആളുകളിൽ പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകാമെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്പർ 1, നെറ്റിയിൽ കൊമ്പുള്ള മുത്തശ്ശി. പഞ്ചാബിൽ ഇങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടെന്നാണ് പറയുന്നത്. നെറ്റിയിൽ കൊമ്പ് പോലുള്ള ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അത് സർജറിയിലൂടെ മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ വിവരത്തിന്റെ കൂടുതൽ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരുന്നതേയുള്ളൂ. അത് എത്തുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. മനുഷ്യൻ സ്വഭാവത്തിൽ മാത്രമല്ല രൂപത്തിലും വ്യത്യസ്തനാണെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെയുള്ള മനുഷ്യരെ നേരിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? അവരുടെ ജീവിതം എളുപ്പമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ലോകത്ത് കുറവുകളും വ്യത്യസ്തതകളും നോക്കിയാണ് ആളുകളെ പലപ്പോഴും അളക്കുന്നത് പോലും. അതുകൊണ്ട് തീർച്ചയായും അവരുടെ ജീവിതം ചട്ടിയിൽ വറക്കുന്ന ചക്കക്കുരു പോലെ പൊള്ളുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇത്തരം അതിശയിപ്പിക്കുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.